കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഒരു സഭായോഗം നടക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ അനിൽ പാസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു സഹോദരനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പേര് ജിജിൻ എന്നാണ്. ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. ഞങ്ങൾ സഹോദരങ്ങളായി, സ്നേഹിതരായി, സഹോദരങ്ങളായി പിരിയാൻ പറ്റാത്ത ബന്ധത്തിലേക്ക് പ്രിയ ജിജിനും ബ്ലസ്സിയുമൊക്കെ ആയി മാറാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ശുശ്രൂഷ സമയങ്ങളിൽ അദ്ദേഹം ഇല്ലാത്ത സ്റ്റേജിൽ ഞാൻ നിന്നിട്ടേയില്ല. എങ്കിലും ഞങ്ങൾ നിരാശരല്ല. ഏറ്റവും വലിയ ക്രിസ്തീയ പ്രത്യാശ ഞങ്ങൾ ആശ്രയിച്ച ഉറയ്ക്കുക. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ബ്ലസ്സിയുടെ പപ്പ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിൽ ബ്ലസ്സിയുമുണ്ട്. ഈ പപ്പ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ രാവിലെ തന്നെ ബ്ലസ്സിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം, അടുത്ത ദിവസം വീണ്ടും സ്വപ്നം. എന്നോടൊരാൾ പറയുകയാണ്, എൻ്റെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ മാറ്റാൻ പോവുകയാണ്, കൊണ്ടുപോവുകയാണ്. നീ ബലപ്പെട്ട് നിൽക്കണം. ഞാൻ മടക്കി വിളിക്കുക. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആദ്യ ദിവസം മൈക്കെടുത്ത് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരു മരണം സംഭവിക്കും. നവംബറിന് മുമ്പാണ് ഞാൻ കാണുന്നത്. അത് നമ്മുടെ ഇടയിൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭയവും ഉണ്ടാക്കുവാൻ അത് സംഭവിക്കുമെന്ന് പൊതുസഭയോട് പറഞ്ഞു. അതിനുശേഷം പാസ്റ്റർ എബ്രഹാം പാസ്റ്ററോടുള്ള ഞായറാഴ്ച ഇത് വീണ്ടും ആവർത്തിച്ചു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നിക്സൺ, എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട്, ഒന്ന് കൈയുയർത്താമോ? പാസ്റ്റർ നിക്സൺ, ഇദ്ദേഹത്തിന് അറിയില്ല ഈ സംഭവം. എന്നോട് ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ നീ കൈവച്ച് പ്രവചന ശുശ്രൂഷ കൈമാറിയ ഒരു ചെറുപ്പക്കാരനെ കർത്താവ് മടക്കി വിളിക്കുകയാണ്. നീ തളർന്നു പോകരുത്. ഇതെന്നോട് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ഞങ്ങളുടെ സഭായോഗം സാധാരണ സമയത്തിന് മുകളിൽ പോയി. ജിജിൻ അന്ന് പ്രസംഗകരെ കൊണ്ട് പ്രസംഗിക്കാത്ത വിധത്തിൽ ഫ്ലൂട്ടും ഈ ഇൻസ്ട്രുമെൻ്റ് എല്ലാം വായിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നമ്മളെ കൊണ്ടൊരു കാര്യം സമ്മതിക്കാത്ത വിധത്തിൽ കയറി ചെയ്യും. സാധാരണ ഞങ്ങളുടെ സഭായോഗം കഴിയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയി കിടക്കും. വൈകുന്നേരങ്ങളിലാണ്, ഡിന്നറിനാണ് ഞങ്ങൾ വീണ്ടും കൂടുന്നത്.
അതിലെല്ലാവരും കാണും. അതിനകത്ത് പ്രധാന സീറ്റിൽ ജിജിനും ബ്ലസ്സിയും കാണും. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഹൃദയത്തിലൊരു തോന്നൽ,